ഇപ്പോൾ ട്യൂഷന് പോകുന്ന ഒരു കുട്ടിക്ക് ക്യാമറ ഉള്ള ഒരു മൊബൈൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ട്യൂഷന് പോകുന്ന കുട്ടി എവിടെയാണെന്ന് അറിയാനാണ് സ്റ്റാൻഡേർഡ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ അല്ല, ആ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ഈ കുറ്റം എല്ലാവരും ക്യാമറ ഉള്ള ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു കുട്ടിക്ക് മാത്രം ക്യാമറ ഇല്ലാത്ത ഫോൺ കൊടുക്കുമ്പോൾ എന്തായിരിക്കും? അതാ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട. അത് കുട്ടികളെ അത് കൗൺസിലിംഗ് നടത്തുമ്പോൾ പാരന്റ്സിനെ വേണം ആദ്യം ശരിയാക്കാൻ. അല്ല, ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നു. ഫെസിലിറ്റീസ് അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അപ്പൊ ആ ഒരു ത്വരയെ നമുക്ക് മനുഷ്യൻ തടയാൻ പറ്റുമോ? തടയണം. അത് തടഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച കൊണ്ട് തന്നെ പ്രയോജനമല്ലോ. അല്ല, ചർച്ച കൊണ്ട് പ്രയോജനം ഉണ്ടാകും. ഞാൻ ചോദിക്കുക, അത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാ ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരിക്കലും ഒരു വിരാമമില്ല. ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ വേറൊന്ന് വേണം. ഉദാഹരണം പറഞ്ഞാല് ഞാൻ പറഞ്ഞോട്ടെ, ഫോൺ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കഴിഞ്ഞ് അപ്പം നോക്കുമ്പോൾ ഒരു ഫോട്ടോയും കൊടുക്കണം. ഫോട്ടോ മാത്രം പോരാ, ഈ പറഞ്ഞ ബ്ലൂടൂത്ത് ഉള്ള വേണം, അത് കഴിഞ്ഞ് 3G ഉള്ള വേണം. ഇതിന് എവിടെയെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഒരു ട്യൂഷന് പോകുന്ന കുട്ടിക്ക് എന്തിനാ ഫോണിന്റെ ക്യാമറ ഉള്ള ഫോണിന്റെ ആവശ്യം എന്താ? ആ കുട്ടി എവിടെയാണെന്ന് അറിയാനും അത് വിളിച്ചിട്ട് വരാനുമാണെന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഓഫീസിൽ പോകുന്ന ആൾക്ക് ക്യാമറ ഉള്ളത്? വേണ്ട, അത് വേണ്ട. അപ്പൊ ക്യാമറ ഉള്ള ഫോൺ നിരോധിച്ചാലോ? അല്ല, അത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ശരി, ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പക്ഷേ നടക്കില്ല. അല്ല, ഒരു കുട്ടി വീട്ടിൽ തന്നെ ഒരു പെൺകുട്ടി വൈബ്രേറ്റിംഗ് ഒന്ന് ഇടുക, ഒന്ന് വേറെ രണ്ട് ഇതിന്റെ ആവശ്യം എന്താ? അപ്പൊ വൈബ്രേഷനിൽ വരുമ്പോ അതും എടുത്തോണ്ട് ബാത്റൂമിനകത്തോട്ട് പോവുക. എന്തിനാ അങ്ങനെ പോകണ്ട? എങ്ങനെ അറിയുന്നത്? നിരീക്ഷിച്ചോണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ കാര്യം. അതുപോലെ തന്നെ ബസ്സിൽ വന്ന ഒരു ഫാദർ കുട്ടിയെ കയറ്റി വിടുന്നു. ആ കുട്ടി അവിടെ എത്തിയിട്ട് വിളിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഈ കുട്ടി ഏത് ബസ്സിലാണെന്ന് അറിഞ്ഞിട്ട് അതിന് പുറകെ വേറൊരാളും ഒന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറുപ്പക്കാരനും കൂടെ ഒന്ന് കയറുകയാണെങ്കിൽ അത് മിസ്യൂസ് ചെയ്യല്ലേ? അപ്പോൾ അതിന് ആവശ്യമില്ല. ഒരു ഇന്ന സ്ഥലത്ത് എത്തിയിട്ട് ആ ഹോസ്റ്റലിലേക്ക് വിളിച്ച് ചോദിക്കാന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് എന്തിനാണോ ഒരു വളരെ ജസ്റ്റപ്പയാണ് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട റോള് മാതാപിതാക്കളുടെ. കാരണം ഈ മിക്കവാറും എല്ലാ കേസുകളിലും ഇങ്ങനെ സംഭവം ഉണ്ടാക്കുമ്പോൾ മാതാപിതാക്കളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് അഫക്റ്റഡ് പാർട്ടി ഈ അഫക്റ്റഡ് ആയിട്ടുള്ള പെൺകുട്ടി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളാണ്. എന്തുകൊണ്ട് പഴയ പോലെ അവർക്ക് ഇവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല? അതാണ് പ്രശ്നം. പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മേടിച്ചു കൊടുത്തില്ല സാർ, പിന്നെ അവൻ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ച് ഒരെണ്ണം കൊണ്ടുവന്നു. 1-2 പ്രാവശ്യം വഴക്ക് പറഞ്ഞു, പക്ഷെ അവൻ പുറത്ത് പോയിട്ട് പിന്നെ അങ്ങ് ഫോഴ്സ്ഫുള്ളി. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ കൂടി അവൻ ഫീസ് മേടിക്കാൻ നിങ്ങളുടെ വരത്തില്ലേ വരും. ആ സമയത്ത് പറഞ്ഞു കൂടെ അവൻ്റെ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ വലിയ കയറുക, സമ്മതിക്കത്തില്ല. അപ്പം ദാറ്റ് മീൻസ് ഇവർക്ക് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ പുറത്ത് സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. ഈ അവസ്ഥ പണ്ട് കേരളത്തിൽ ഇല്ലായിരുന്നു. ആ അവസ്ഥയാണ് കഷ്ടം. അപ്പൊ അതിനാണ് ഇപ്പം അല്ലാതെ കൗൺസിലറോ അല്ലെങ്കിൽ അധ്യാപകർക്കോ ഒന്നും ചെയ്യാൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിന്റെ വേറെ തലം ഒന്ന്, അതായത് നമ്മൾ ജീവിക്കുന്ന മാധ്യമങ്ങളുടെ ഒരു വലിയൊരു സ്വാധീനം. ഈ മാധ്യമങ്ങളുടെ സ്വാധീനം, അതിപ്രസരത്തില് പഴയ പോലെ അല്ല. ഉദാഹരണം പറഞ്ഞ എല്ലാ ആൾക്കാർക്കും, എല്ലാ പെൺപിള്ളേർക്കും ഐശ്വര്യ ആകാനാണ് ആഗ്രഹം. ശരിയല്ലേ ഞാൻ പറയണേ? കണ്ടോ ആണെന്ന് പറയണു. ആ രീതിയിലേക്ക് ആഡംബരമല്ല ഇപ്പോ ഇന്നത്തെ കുട്ടിക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യന് മൊബൈൽ ആഡംബരമല്ല, അവന് അത്യാവശ്യമാണ്. മറ്റൊന്ന് BSNL കൂടെ പോലും ഇപ്പൊ പ്രചരിക്കുന്ന ചില മെസ്സേജസ്, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്കൊരു സുഹൃത്തിനെ, ജോക്സ് തരുന്ന സുഹൃത്തിനെ നിങ്ങൾക്ക് തരാമെന്നുള്ളത് നമ്മുടെ BSNL കൂടെ പ്രചരിക്കുന്ന മെസ്സേജാണ്. ആരുടെയെങ്കിലുമൊക്കെ മൊബൈലുകൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രായത്തിലെ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് ഈ പ്രായത്തിലെ കുട്ടിയാണ്. ഒന്നാമത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലുള്ള ഗാർഹിക അന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന അമിതമായ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായുള്ള അമിത സംഘർഷമുള്ള കുട്ടികൾ, ഇതെല്ലാം ഉണ്ട്. ഈ സംഘർഷമൊക്കെ ഭരിക്കുന്ന കുട്ടികളാണ് പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾക്കൊരു സുഹൃത്തില്ലെങ്കിലും ഇതാ ഒരു സുഹൃത്തും സംസാരിക്കാൻ അവിടെ ജോക്സ്, ഒരു വലിയ എൻജോയ്മെന്റിലെ ലോകം നിങ്ങൾക്ക് ഇതാ തുറന്നു തരുന്നു എന്ന് പറയുന്ന ഒരു പരസ്യവാചകം ഈ കുട്ടിയെ സ്വാധീനിക്കുന്നതിൽ യാതൊരു അത്ഭുതമില്ല. ശാസ്ത്ര സാങ്കേതിക വിഭാഗം വളരെ ശക്തമായ നടപടികളോടുകൂടി തന്നെയാണ് ഈ മൊബൈൽ ഫോണിന്റെ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഈ പെൺകുട്ടികളുടെ പ്രണയത്തെക്കുറിച്ച് BSNL ജോലി ചെയ്യുന്നത് അല്ല. BSNL അല്ലെങ്കിലും എനിക്ക് പറയാനുള്ള വോയിസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കൊടുക്കുന്ന ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ കട്ട് നമ്മുടെ ഇതിന്റെ വകുപ്പ് മേധാവികൾക്ക് ഉണ്ടാകണം. 2, ഈ ഫോണുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഏതെല്ലാം തരത്തിലാണ് ഈ വിവര സാങ്കേതിക വകുപ്പിന്റെ വിദ്യാഭ്യാസ മേഖല ഈ ഫോണിൽ കൂടെ പ്രചരിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് ബോധമായിട്ട് ഇതിന്റെ അധികൃതർക്ക് പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെല്ലാം തരത്തിലാണ് ഇതിന്റെ ദുർവിനിയോഗം നടത്തുന്നത് തിരിച്ചു വരുന്നു. അത് ഉണ്ടാകണം. ക്വിക്കായിട്ട് പ്ലീസ്. വളരെ സമയം വളരെ കുറവാണ്. നമ്മള്
മുൻകാലങ്ങളിലൊക്കെ തന്നെയും ലൈംഗികത ഒരു രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. ഇന്ന് നമ്മളെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിലൂടെ ഇന്ന് നമ്മുടെ രാവിലെ വെളുപ്പാങ്കാലത്ത് വീട്ടിലെത്തുന്ന മാധ്യമങ്ങൾ നമ്മുടെ മേശപ്പുറത്തിടുന്നത് അതിന്റെ മുൻവശങ്ങളിലൊക്കെ തന്നെയും നമ്മുടെ ലൈംഗികത പൂർണ്ണമായും തുറന്നു കാണിക്കുന്ന രീതിയിലേക്കുള്ള പടങ്ങൾ ഇന്നത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ മാതാവോ പിതാവോ എടുത്തു മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. മാതാവിൻ്റെയും പിതാവിൻ്റെയും അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെയും മക്കളുടെ ഇടയിൽ ലൈംഗികത രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് അവര് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ലൈംഗിക രംഗങ്ങൾ TV-യിൽ ഒരേ റൂമിലിരുന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മളെ സമൂഹം എത്തിപ്പെട്ടിരിക്കുക. അങ്ങനത്തെ ഉള്ള കാപറ്റ്യൊന്നും വേണ്ടെന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. ഇതൊക്കെ മനുഷ്യനുള്ളതാണ്, ഇത് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്, അവന്റെ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് പറയണു. ഞാൻ അതിനൊരു ചെറിയൊരു തിരുത്തി നൽകുകയാണ്. നമ്മള് വിവാഹം കഴിക്കുന്നത് ലൈംഗികത ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് പൊതുസമൂഹത്തിന് അറിയാമെങ്കിൽ അതൊരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ച് നടത്താൻ എന്റെ സുഹൃത്ത് തയ്യാറാകുമോ എന്നുള്ളതാണ്. ആ സുഹൃത്ത് ബസ് സ്റ്റാൻഡിൽ അതായത് തച്ചങ്കരി സാർ ഒരു കാര്യം പറഞ്ഞു. അല്ല, തച്ചങ്കരിയിൽ ഇവിടെ ഞാൻ അതിലേക്ക് വരികയാണ്.